സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമ്മുടെ അതിഥി BJP വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യനാണ്. സർ, ഈ വിദേശ സംഭാവന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് അതായത് കഴിഞ്ഞ ഒരു എത്രയെങ്കിലും കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് 975 മറ്റോ അല്ല സാർ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്. ഞാൻ പറയുന്ന വർഷത്തിൽ തെറ്റുണ്ടോ എന്ന് സാറ് തന്നെ ആലോചിക്കുക. 75 76 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമമായിട്ട് അതെ സാർ 75 അല്ലേ സാർ? 75 അല്ലേ? അതെ, 76 വരെ. അതെ, ആ അടിയന്തരാവസ്ഥ കാലം, അതായത് ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഇവിടെ ചെയ്തതുപോലെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, അതായത് വിദേശ സംഭാവന നിയന്ത്രണം ചട്ടം ഭേദഗതിയിൽ വൻ ആശങ്ക. അതാണ് ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ഇന്ന് വന്ന ഒരു വാർത്തയാണ്. എഴുത്തോ നിൻ്റെ കഴുത്തോ. അതൊരു കവി ശകലമാണ്, കവി എഴുതിയ അദ്ദേഹത്തിൻ്റെ കവിയുടെ വാക്കുകളാണ്. സാർ, നമ്മുടെ ഈ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെ ഒക്കെ ഹനിക്കപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. സഭകൾ വേണ്ടാത്ത രീതിയിൽ ഇതിനെ വക്രീകരിച്ച് അതിനെ വേറൊരു തലത്തിലേക്ക് പോകുന്നു. സാർ, ഇതിലെ സത്യാവസ്ഥ ശരിക്കും എന്താണ്? ഇന്ത്യയിലെ FCRA നിയമം കൊണ്ടുവരുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 1976 അതിനുശേഷം ഇങ്ങോട്ട് FCRA നിയമത്തിൽ പല ഭേദഗതികളും പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സംശയം സാർ, നെഹ്റു ഇത് കൊണ്ടുവന്നിട്ടില്ല സാർ? നെഹ്റുവും ഈ ഒരു നിയമം കൊണ്ടുവന്നു. നെഹ്റു അല്ലേ സാർ ഇതിനൊരു വലിയ ഇളവ് ആദ്യം ഉണ്ടാക്കിയാണ് സാർ? എന്നിട്ട് പറഞ്ഞോളൂ. അതായത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് FCRA എന്ന് പറയുന്ന ആ ഒരു സാങ്കേതികമായ കാര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും വിദേശ സഹായം സ്വീകരിക്കാനും അത് ഇന്ത്യയിലെ നിർബാധം ചെലവഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. എന്നാൽ പിന്നീട് അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധി തന്നെ മുന്നോട്ട് വരേണ്ടി വന്നു. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അതിനുശേഷം പലപ്പോഴും FCRA നിയമത്തില് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടില് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ മാറ്റങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചർച്ചാ വിധേയമായിട്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിദേശ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് സാമ്പത്തിക സ്വീകരണം നടത്തുന്നത് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് സാമ്പത്തിക സമാഹരണം നടത്തുന്നത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ബുദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്, മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ വരെയുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പണം കൊണ്ടിരുന്നുണ്ട്. ഈ പുതിയ ചട്ടങ്ങൾ വരുമ്പോൾ എതിർപ്പ് ആരുടെ ഭാഗത്തു നിന്നാണ്? മുസ്ലിങ്ങളുടെ ഭാഗത്ത് എതിർപ്പില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ഭാഗത്ത് എതിർപ്പില്ല, മതമില്ലാത്തവരുടെ ഭാഗത്ത് എതിർപ്പില്ല, ക്രൈസ്തവ മതവിഭാഗത്തിലെ ചില ആൾക്കാർ മാത്രം എതിർക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് ചർച്ചാവിധേയമാക്കേണ്ടത് തന്നെയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, മതപരിവർത്തനത്തിന് ഈ പണം ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതാണ് ഒരുപക്ഷെ ക്രൈസ്തവ സഭകളെ ചൊടിപ്പിക്കാൻ കാരണം. മാത്രമല്ല, ഇങ്ങനെ കൊണ്ടുവരുന്ന പണം അതിന്റെ 50% വരെ ഇഷ്ടം പോലെ ചെലവഴിക്കാം എന്ന് പണ്ട് ഒരു അവസ്ഥയുണ്ടായി. അതിന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ എന്നാണ്. ഭരണപരമായ ചെലവിന് വേണ്ടി 50% വരെ എടുക്കാം. ഓർക്കണം, ചെറിയ തുകയൊന്നും അല്ല വരുന്നത്, 10,000 കോടി രൂപയാണ് വെച്ചത്. അതിന്റെ 50% എന്ന് പറയുന്നത് തന്നെ 10,000 കോടി രൂപ വരും. അത് ഇഷ്ടം പോലെ ചെലവഴിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറ്റി 20% മാത്രമേ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. ഭരണപരമായ ചെലവ്, ശമ്പളം കൊടുക്കാൻ, ഓഫീസിന് വാടക കൊടുക്കാൻ, കറണ്ട് ചാർജ് അടയ്ക്കാൻ, ഫോൺ ചാർജ് അടയ്ക്കാൻ, വണ്ടിക്ക് ഡീസൽ അടിക്കാൻ, വണ്ടി മേടിക്കാൻ, ഇങ്ങനെയൊക്കെ 20% പറ്റുള്ളൂ. 80% കാര്യവും തുകയും എന്തിനു വേണ്ടിയാണോ, ഏത് കാരണം പറഞ്ഞിട്ടാണോ കൊണ്ടുവന്നത് ആ കാരണത്തിന് തന്നെ ചെലവാക്കണം. ഇതാണ് നിബന്ധന. മാത്രമല്ല, ഇത് ഏത് കാര്യത്തിന് വേണ്ടി കൊണ്ടുവരുന്നു, അത് ഏത് സംസ്ഥാനത്തെ ഏത് പ്രദേശത്ത് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു, അതാത് സംസ്ഥാനത്ത് അതേ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് നിഷ്കർഷ വന്നിരിക്കുന്നു. മാത്രമല്ല, വാർഷിക കണക്ക് ഓഡിറ്റ് ചെയ്ത് സർക്കാരിന് സബ്മിറ്റ് ചെയ്യണം, ഇൻകം ടാക്സിനെ കാണിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? ഒന്നുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാളിതുവരെ ആരെയും അനുസരിക്കാതെ, ആർക്കും കണക്ക് കൊടുക്കാതെ, ആരുടെ മുമ്പിലും സത്യങ്ങൾ തുറന്നു പറയാതെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്ത 10,000 കോടി ഡോളർ
ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് വഴിവിട്ടുപോയി എന്നുള്ള തെളിവുകൾ സഹിതം കഴിഞ്ഞ ദിവസം 6 മതപ്രചാരകരെ അറസ്റ്റ് ചെയ്തു. അതില് പാതിരിമാരുണ്ട്, 1-2 പേര് മലയാളികളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോ വിദേശത്തു നിന്ന് വരുന്ന മതപ്രചരണത്തിന് വേണ്ടിയും മതകാര്യങ്ങൾക്ക് വേണ്ടിയും വരുന്ന പണം തീവ്രവാദികൾക്ക്, മാവോയിസ്റ്റുകൾക്ക് ആയുധം വാങ്ങാൻ വേണ്ടി മറിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തു, അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തി. അപ്പോൾ വിദേശ പണത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൃത്യമായ കണക്കും ഓഡിറ്റിങ്ങും അത് എന്തിനു വിനിയോഗിച്ചു എന്നുള്ളതും ആരാണിത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതും അവരുടെ ഈ പണം ഉപയോഗിച്ച് ഇന്ത്യയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും ഗവൺമെന്റിനെ അറിയിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ തെറ്റാവുക? അതെങ്ങനെയാണ് സഭയ്ക്ക് വിരുദ്ധമാവുക? മാത്രമല്ല, വകമാറ്റി ചെലവഴിച്ചാൽ ഫൈൻ അടിക്കും. ആദ്യം 1 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കും. പിന്നെ വകമാറ്റി ചെലവഴിച്ചതിന്റെ 30% വീണ്ടും അടയ്ക്കേണ്ടി വരും. ഈ കാര്യങ്ങളിലൊക്കെ വഴിവിട്ട് ചെലവഴിച്ച് ഇത് കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടി മറിച്ച് ഉപയോഗിച്ചാൽ ആ കച്ചവടത്തിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിന്റെ 110% സർക്കാരിലേക്ക് പോകും എന്ന് പുതിയ നിയമത്തിലുണ്ട്. അതായത് ആശുപത്രി പണിയാനാണ്, അനാഥാലയം പണിയാനാണ്, പാവപ്പെട്ടവർക്ക് കഞ്ഞി കൊടുക്കാനാണ്, വീട് വെച്ച് കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന 10,000-കണക്കിന് കോടി രൂപ അല്ലെങ്കിൽ ഡോളർ ഇവിടെ കൊണ്ടുവന്ന ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ബ്ലേഡ് കമ്പനിയിലും റിയൽ എസ്റ്റേറ്റിലും മുടക്കുന്നതായി തെളിവ് സഹിതം കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, പൊതു താല്പര്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന പണം ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി വീതിച്ചു കൊടുത്തതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ FCRA നിയമവും ചട്ടവും കൃത്യമായിട്ട് രൂപകൽപ്പന ചെയ്ത് പുനരാവിഷ്കരിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. കാരണം രാജ്യസുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രസിദ്ധീകരണങ്ങൾ, സോഷ്യൽ മീഡിയ പ്രസിദ്ധീകരണങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കർശനമായ നിയന്ത്രണം വരും. കാരണം രാജ്യവിരുദ്ധമായിട്ട് വിദേശത്തു നിന്ന് വരുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ കോക്രോച്ച്, അതിനു മുമ്പ് കർഷക സമരം, അതിനു മുമ്പ് ആം ആദ്മി പാർട്ടി, അതിനു മുമ്പ് ഖാലിസ്ഥാൻ, അതിനു മുമ്പ് മണിപ്പൂർ കലാപം, എന്തിന് മാവോയിസ്റ്റ് കലാപം, ഇതെല്ലാം തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷനിൽ കൂടെ പിന്തുണയോടെ നടത്തുന്നതാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സുരക്ഷയും പരിപാലിക്കേണ്ട ദൗത്യവും ചുമതലയും കടമയും രാജ്യം ഭരിക്കുന്ന സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തികച്ചും സതുദ്ദേശപരമായി, ഭരണപരമായി, നിയമപരമായി ആ രാജ്യം ഭരിക്കുന്ന സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തെയും ചട്ടത്തെയും ചില പ്രത്യേക വിഭാഗക്കാർ മാത്രം ചാടി എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഗവൺമെന്റ് പാടില്ല എന്ന് പറയുന്ന കാര്യമൊക്കെ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഏതായാലും കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പുറകോട്ട് പോകുന്ന ലക്ഷണമൊന്നുമില്ല. കർശനമായിട്ട് ഈ കാര്യം നടപ്പാക്കുക തന്നെ ചെയ്യും. അത് ഏതെങ്കിലും മതത്തിന് ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആരൊക്കെ എതിർത്താലും കുഴപ്പമില്ല, എതിർത്തില്ലേലും കുഴപ്പമില്ല. നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ കോടതിയിൽ പോയി കേസ് കളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ നടപ്പാക്കാൻ നിശ്ചയിച്ചതാണെങ്കിൽ FCRA കർശനമായി നടപ്പാക്കുക തന്നെ ചെയ്യും. സർ, KC വേണുഗോപാൽ കത്ത് കൊടുത്തു എന്ന് പറയുന്നു. പിന്നീട് ഓർത്തഡോക്സ് സഭ, സീറോ മലബാർ സഭ, ഇങ്ങനെ സഭകൾ എത്രയെങ്കിലുമൊക്കെ അമിത്ഷായെ കാണാൻ പോകുന്നു. അപ്പോൾ ഈ ചട്ടം ഭേദഗതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഇനി ആരൊക്കെ കണ്ടാലും, ഇനി ആര് കത്ത് നൽകിയാലും, അല്ലേ? അതായത് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘമായിട്ടുള്ള പഠനം നടത്തുകയും അങ്ങനെ പഠനം നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ 105 ഞാനൊന്ന് ഇടപെടുകയാണ്. സാർ ഈ പറഞ്ഞ പഠനം നടത്തിയിട്ടില്ല എന്നാ പറയുന്നത്. സാർ ഇനി പറഞ്ഞോളൂ. പഠനം നടത്തിയിട്ടില്ല എന്നാ പറയുന്നത്. അതായത് ഈ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠനം നടത്തി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ വരുന്ന പണം എങ്ങോട്ട് പോയി, എങ്ങനെ വിനിയോഗിച്ചു, ഏത് തരത്തിലാണ് വഴിവിട്ട് ഇത് പോയി കഴിഞ്ഞിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുമ്പിൽ, ഇന്റലിജൻസ് ഏജൻസികളുടെ മുമ്പിൽ വ്യക്തമായ തെളിവുണ്ട്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പലരെയും അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തി അകത്തിട്ടിരിക്കുന്നത്. ആരും മിണ്ടുന്നില്ലല്ലോ. UAPA ചുമത്തി മലയാളികളടക്കമുള്ള മതപ്രചാരകന്മാരെ പിടിച്ച് ജയിലിലിട്ടപ്പോ ഇവിടുത്തെ ഒരു പത്രവും മിണ്ടിയില്ലല്ലോ, ചാനൽ ചർച്ച നടത്തിയില്ലല്ലോ, മെഴുകുതിരി എത്തിച്ച് പ്രകടനം നടത്തിയില്ലല്ലോ, ഒരു ബിഷപ്പും പ്രതികരിച്ചില്ലല്ലോ, ആരും തെരുവിൽ ഇറങ്ങിയില്ലല്ലോ. എന്താ കാര്യം? ബൈറ്റ് പോലും വന്നിട്ടില്ല, ഒരു ബൈറ്റും വന്നിട്ടില്ല, ഒരു കോളം വാർത്ത പോലും പത്രങ്ങളിൽ വന്നിട്ടില്ല. അതാണ്, ഒരു ബൈറ്റ് പോലും വന്നില്ല, ഒരു കോളം വാർത്ത പോലും വന്നില്ല. കാരണം എന്താണ്?
കൃത്യമായ തെളിവ് സഹിതമാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ചാടി ഇറങ്ങിയാൽ പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാമെന്ന് ഇഡിയുടെ മുമ്പിൽ ചുടുകട്ടയുമായിട്ട് ചാടിയമ്മ 26 പേര് ഇപ്പൊ എവിടെയാണ് കിടക്കുന്നത്? ആ അനുഭവം ഉണ്ടാകുന്ന വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പഠനം നടത്താതെയല്ല, കൃത്യമായ പഠനം, വിശദമായ പഠനം, ശരിയായ പഠനം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ തെളിവുകൾ നിരത്തി വേണ്ടവരെ വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. വേണുഗോപാൽ എന്നല്ല, ഏതൊരു വ്യക്തിക്കും, അത് MP ആണെങ്കിലും അല്ലെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും അല്ലെങ്കിലും ഏതൊരു ഇന്ത്യൻ പൗരനും പരാതി കൊടുക്കാം. പരാതിയൊക്കെ പരിഗണിക്കാതിരിക്കില്ല. അതുപോലെ തന്നെ ഏത് സഭാ നേതൃത്വത്തിനുമുള്ള ആശങ്കകൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ജനാധിപത്യപരമായിട്ട് അവർ പറയുന്നതൊക്കെ കേൾക്കാൻ തയ്യാറാണ്. ഗവൺമെന്റ് പറയുന്നത് കേൾക്കാൻ അവരും തയ്യാറായാൽ മാത്രം മതി. അപ്പോൾ ഒരു പരസ്യമായോ രഹസ്യമായോ അല്ലെങ്കിൽ ഉഭയകക്ഷി എന്നുള്ള നിലയിലോ സംവാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടോ ചർച്ചകൾ നടത്തിയിട്ടോ ഏത് രീതിയിലും ഈ വസ്തുതകളെ വിശദീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാണ്. എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാകാതെ വിവാദങ്ങളിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് വിഷയം പഠിക്കാൻ തയ്യാറാകാതെ അതിനെ ചാടി പുറപ്പെട്ട് എതിർക്കുന്നത്? ഇതൊക്കെ തികഞ്ഞ ഒരു ചർച്ചയ്ക്ക് വിധേയമാവും. ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു, ഇന്ത്യയിലെ മറ്റ് മതവിഭാഗങ്ങൾക്ക് എന്താണ് പരാതിയില്ലാത്തത്? ഇന്ത്യയിലെ മറ്റ് ട്രസ്റ്റുകൾക്ക്, സൊസൈറ്റികൾക്ക്, സംഘടനകൾക്ക് FCRA അക്കൗണ്ട് ലൈസൻസ് ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് പരാതിയില്ലാത്തത്? ഏതാനും ചേർക്ക് മാത്രം എന്തുകൊണ്ടാണ് പരാതി? അപ്പൊ കോഴി കട്ടവന്റെ തലയിൽ പപ്പുള്ളത് കൊണ്ടാണ് എന്ന് വ്യക്തം. ഏതായാലും സാർ, നമുക്കിതിന്റെ ഡെവലപ്മെന്റ്സ് ഇനിയും ഉണ്ടാകും. നമുക്കിതിന്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് നമുക്ക് തുടർന്നും ചർച്ച ചെയ്യാം. നന്ദി. താങ്ക് യു സാർ.